നമസ്കാരം മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ചൈനയുടെ ചാര ബലൂൺ കുറച്ചു നാളുകൾക്ക് മുൻപ് വലിയ ചർച്ചയായിരുന്നു. എന്നാൽ അത് അങ്ങ് അമേരിക്കയിലും ചൈനയിലുമല്ലേ എന്ന് ആശ്വസിച്ചിരിക്കാൻ വരട്ടെ. കാരണം നമ്മൾ ഭയപ്പെടേണ്ട കാര്യങ്ങൾ കുറച്ചുണ്ട് ഇവിടെ. കഴിഞ്ഞ വർഷം ജാനുവരിയിൽ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകൾക്ക് മുകളിൽ ആകാശത്ത് കണ്ട വെളുത്ത വൃത്തം അമേരിക്ക വെടിവെച്ചിട്ടതുപോലുള്ള ചാരബലൂൺ ആയിരുന്നു എന്ന സംശയം ഉന്നയിച്ചിരിക്കുകയാണ് ഇപ്പോൾ CNN. 8 ബ്ലാക്ക് പാനലുകൾ അതിന്റെ പാർശ്വഭാഗങ്ങളിൽ തൂങ്ങി നിന്നിരുന്നു. അതേസമയം ഒഡീഷ തീരത്ത് നിന്ന് 10 ദിവസം മുൻപ് മുൻകാലിൽ ക്യാമറയും ചിപ്പുമെന്ന് തോന്നുന്ന തരം ഉപകരണങ്ങൾ കെട്ടിവെച്ച പ്രാവിനെ പിടികൂടിയെന്ന് PTIയും റിപ്പോർട്ട് ചെയ്യുന്നു. പ്രാവിന്റെ കാലിൽ ക്യാമറകളും മൈക്രോ ചിപ്പും ആണോ ഉണ്ടായിരുന്നത് എന്നറിയാൻ സംസ്ഥാനത്തെ ഫോറൻസിക് ലാബിൽ പരിശോധന തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തങ്ങളുടെ ട്രോളറിൽ വന്നിരുന്ന പ്രാവിന്റെ കാലിൽ സംശയാസ്പദമായ ഇലക്ട്രോണിക് സംവിധാനങ്ങൾ കണ്ട മത്സ്യത്തൊഴിലാളികളാണ് അതിനെ പിടികൂടി തീരദേശ പോലീസിനെ കൈമാറിയത്. തുടർന്ന് പ്രാവിന്റെ കാലിലുള്ളത് മൈക്രോ ചിപ്പും ക്യാമറയുമാണോ എന്ന് പരിശോധിക്കുകയാണ് ജഗത്സിംഗ്പൂരിലെ പോലീസ് സൂപ്രണ്ട് രാഹുൽ PR എന്ന് PTIയോട് പറഞ്ഞു. പ്രാവിന്റെ ചിറകിൽ എന്തോ എഴുതിയിട്ടുണ്ടെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു. അത് ഏത് ഭാഷയെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ലെന്നാണ് അധികാരികൾ പറഞ്ഞത്. ഏകദേശം 4,30,000 പേർ വസിക്കുന്ന ഇന്ത്യൻ സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ആൻഡമാൻ ദ്വീപ് സമൂഹങ്ങളിൽ ആൻഡമാൻ ദ്വീപ സമൂഹത്തിന് മുകളിൽ 2022 കണ്ട ബലൂൺ അക്കാലത്ത് തന്നെ ചർച്ചാ വിഷയമായിരുന്നു. ഈ വിചിത്ര ആകാശ കാഴ്ച ഒരു പൂർണ്ണചന്ദ്രനെ പോലെയാണ് തോന്നിച്ചിരുന്നത്. പ്രാദേശിക മാധ്യമങ്ങൾ അത് എന്തായിരിക്കുമെന്ന കാര്യം ചർച്ച ചെയ്തിരുന്നു. എന്നാൽ അത് ഹൈ ആൾട്ടിറ്റ്യൂഡിലുള്ള ഒരു നിരീക്ഷണ ബലൂൺ ആയിരിക്കാമെന്ന വാദം ഉയർത്തിയത് ഏതാനും പേർ മാത്രമാണ്. കാലാവസ്ഥാ ബലൂൺ ആയിരിക്കാമെന്ന് കരുതിയവരുമുണ്ട്. ആൻഡമാൻഷിക എന്ന പേരിൽ പ്രവർത്തിക്കുന്ന പത്രം ഇതിന്റെ ആകാരവും ഉയരവും മറ്റും പരിഗണിച്ച് അതൊരു ബലൂൺ ആകാനുള്ള സാധ്യത തള്ളിക്കളഞ്ഞിരുന്നു. അതിനൂതന ഉപഗ്രഹ സംവിധാനങ്ങളുള്ള ഇക്കാലത്ത് ആരാണ് ഇത്തരം ഒരു ഉപകരണം ഉപയോഗിച്ച് ചാരപ്പണി നടത്താൻ പോകുന്നത് എന്നായിരുന്നു ചോദ്യം. എന്നാൽ ഏതാനും ആഴ്ച മുൻപ് ചൈനീസ് നിരീക്ഷണ ബലൂൺ അമേരിക്ക വെടിവെച്ചിട്ടതോടെ ആൻഡമാനിന് മുകളിൽ കണ്ട ആകാശ പ്രതിഭാസത്തെക്കുറിച്ച് വീണ്ടും സംശയങ്ങൾ ഉയരുന്നു. അമേരിക്ക വെടിവെച്ചിട്ടത് നിരീക്ഷണോപാധികൾ വ്യാപകമായി വിന്യസിച്ച ചാര ബലൂൺ ആയിരുന്നു അത്രേ. ചൈനയുടെ ഹിനാൻ പ്രവിശ്യയിൽ നിന്നാണ് ചാര ബലൂണുകൾ ഉയർത്തിവിട്ടിരുന്നതെന്ന് CNN പറയുന്നു. ഇന്ത്യ ഇതേക്കുറിച്ച് ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇന്ത്യൻ മാധ്യമങ്ങൾ പലതും ഇതേക്കുറിച്ച് റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ചിരുന്നു. തങ്ങളുടെ രാജ്യാതിർത്തിക്കുള്ളിൽ ബലൂണിന്റെ ആകൃതിയിലുള്ള 3 പറക്കും വസ്തുക്കളെ 2019-21 കാലഘട്ടത്തിൽ കണ്ടെത്തിയെന്ന് വെളിപ്പെടുത്തി ജപ്പാൻ നേരത്തെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അമേരിക്കയിൽ ചാരബലൂൺ കണ്ടെത്തിയതോടെ അത് സംസ്കാരമുള്ള രാജ്യാന്തര സമൂഹങ്ങൾക്ക് ചേർന്നതല്ലെന്നും പറഞ്ഞ് തായ്വാനും രംഗത്തെത്തിയിരുന്നു. അതേസമയം തങ്ങൾ അത്തരം നിരീക്ഷണ പരിപാടികളൊന്നും നടത്തുന്നില്ലെന്നുള്ള നിലപാടാണ് ചൈന സ്വീകരിച്ചിരിക്കുന്നത്. നിരീക്ഷണ ബലൂൺ കണ്ട് ഒന്നും ചെയ്യാനില്ല എന്നതിനാലാകാം സർക്കാർ പ്രതികരിക്കാത്തതെന്നും ഡൽഹി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സെന്റർ ഫോർ പോളിസി റിസർച്ചിലെ സീനിയർ ഫെലോ സുശാന്ത് സിംഗ് പ്രതികരിച്ചു. ഒരു നിരീക്ഷണ ബലൂൺ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപ് സമൂഹത്തിന് മുകളിൽ കണ്ടുവെന്നും തങ്ങൾ അതിനെതിരെ ഒന്നും ചെയ്തില്ലെന്നും പറഞ്ഞാൽ അത് സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് കളങ്കമേൽപ്പിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ദേശീയതാവാദം ഉയർത്തുന്ന ഒരു സർക്കാരിന്റെ പ്രതിച്ഛായ തകർക്കാൻ അതിന് കഴിയുമെന്നതിനാലാണ് ഇന്ത്യ അതേക്കുറിച്ച് പ്രതികരിക്കാത്തത് എന്നാണ് സുശാന്ത് വിലയിരുത്തുന്നത്. അതേസമയം ഇന്ത്യ അനുവർത്തിച്ചു വരുന്ന ശൈലിയാണിതെന്നാണ് ചൈന സ്റ്റഡീസിലെ ഫെലോ ആയ മനോജ് കേവൽ രമണി പ്രതികരിച്ചത്. ഏതായാലും ഇപ്പോൾ ചാര ബലൂൺ വിവാദം ഉയർന്നതിനെ തുടർന്നും ചർച്ചകളും രൂക്ഷമാവുകയാണ്. മലയാളി വാർത്ത പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.